ഉത്തർപ്രദേശിൽ സഖ്യം സംബന്ധിച്ച തർക്കം ദിവസം കൂടുന്തോറും വഷളാവുകയാണ്. കോൺഗ്രസിന്റെ കടും പിടുത്തമാണ് പ്രശ്നം വഷളാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് 20 മുതൽ 22 സീറ്റുകൾ വരെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത് നൽകാൻ സമാജ്വാദി പാർട്ടി തയ്യാറായിട്ടില്ല. നിലവിൽ ഒരു സീറ്റ് മാത്രമുള്ള പാർട്ടിക്ക് ഇത്രയും സീറ്റുകൾ നൽകുന്നതിനോടാണ് SP നേതൃത്വത്തിന് എതിർപ്പുള്ളത്. ഇതുവരെ കോൺഗ്രസുമായുള്ള ചർച്ചയിൽ കാര്യമായ പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നാണ് ഇന്ത്യ TV റിപ്പോർട്ട് ചെയ്തത്. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തമ്മിലുള്ള ചർച്ച കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വരെ നീണ്ടുനിന്നിരുന്നു. എന്നാൽ സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. സമാജ്വാദി പാർട്ടി ഇതിനോടകം 27 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയിൻപുരിയിൽ നിന്ന് സിറ്റിംഗ് MP ആയ ഡിംപിൾ യാദവിനെ മത്സരിപ്പിച്ചിട്ടുണ്ട്. ഷെഫീഖുർ റഹ്മാൻ സംഭലിൽ നിന്ന് മത്സരിക്കും. അതേസമയം സമാജ്വാദി പാർട്ടി 17 സീറ്റ് വരെ കോൺഗ്രസിന് നൽകാൻ തയ്യാറാണ്. സീറ്റുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ച് SP ഒരു പട്ടിക തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അയച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ മാറ്റം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനു വഴങ്ങാൻ SP നേതൃത്വം തയ്യാറല്ല. മൊറാദാബാദ്, സഹാറൻപൂർ, ബിജ്നോർ, മീററ്റ്, ആംറോഹ, ലക്നൗ മണ്ഡലങ്ങളാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതേസമയം കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റുകൾ ഒരിക്കലും നൽകില്ലെന്നാണ് അഖിലേഷ് യാദവിന്റെ നിലപാട്. കോൺഗ്രസിന് യാതൊരു ജയസാധ്യതയുമില്ലാത്ത മണ്ഡലമാണിതെന്നാണ് SP-യുടെ വിലയിരുത്തൽ. കോൺഗ്രസ് ഇടയ്ക്കിടെ പട്ടിക മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് SP-ക്ക് പ്രധാന പ്രശ്നം. SP തന്നെ 17 സീറ്റിൽ കോൺഗ്രസ് ചിഹ്നത്തിൽ 5ഓ 6ഓ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്നാണ് പാർട്ടിയുടെ മറ്റൊരു ആവശ്യം. എന്നാൽ ഇങ്ങനെ ചെയ്താൽ വിജയസാധ്യത കുറയുമെന്നാണ് സഖ്യത്തിലെ പൊതുവികാരം. ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഇന്ത്യ സഖ്യമുള്ളത്. വൈകാതെ തന്നെ SP ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിക്കാനാണ് സാധ്യത. അതേസമയം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സഖ്യം ഉറപ്പായും നിലവിൽ വരുമെന്നാണ് പറയുന്നത്. ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. എപ്പോൾ വേണമെങ്കിലും സഖ്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാം. കോൺഗ്രസ് അധ്യക്ഷൻ ഒരു ടീമിനെ ഇതിനായി നിയമിച്ചിട്ടുണ്ട്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും വേണുഗോപാൽ പറയുന്നുണ്ട്. SP എവിടെയെല്ലാം മത്സരിക്കുമെന്ന കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചുവെന്ന് ഡിംപിൾ യാദവും പറഞ്ഞു. BJP-യെ ഏറ്റവും കരുത്തോടെ തന്നെ SP നേരിടും. സഖ്യത്തിന്റെ കാര്യത്തിൽ മുതിർന്ന നേതാക്കൾ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും ഡിംപിൾ യാദവ് പറയുന്നുണ്ട്. ഏതായാലും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കുന്ന കാര്യം സംശയത്തിലാണ്. കോൺഗ്രസുമായുള്ള സീറ്റു പങ്കുവയ്ക്കൽ ചർച്ചയിൽ ധാരണയിലെത്തിയിട്ടേ യാത്രയിൽ പങ്കെടുക്കുകയുള്ളൂ എന്നാണ് അഖിലേഷിന്റെ നിലപാട്. സീറ്റ് പങ്കുവെക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പാർട്ടികളും ഇതു സംബന്ധിച്ച പട്ടികകൾ സമർപ്പിച്ചിട്ടുമുണ്ട്. ഇതു സംബന്ധിച്ച് തീരുമാനമെടുത്ത കഴിഞ്ഞാലുടൻ സമാജ്വാദി പാർട്ടി കോൺഗ്രസിന്റെ ന്യായ് യാത്രയിൽ പങ്കെടുക്കുമെന്നാണ് അഖിലേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തിങ്കളാഴ്ച അമേഠിയിലൂടെയാണ് യാത്ര കടന്നു പോവുക. അതിനുശേഷം രാഹുലും സംഘവും റായ്ബറേലിയിലെത്തും. റായ്ബറേലിയിൽ വെച്ച് ന്യായ് യാത്രയിൽ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ അഖിലേഷ് യാദവ് പറഞ്ഞത്. യാത്രയിൽ പങ്കെടുക്കാനുള്ള ഖാർഗെയുടെ ക്ഷണം സ്വീകരിച്ചതായി നേരത്തെ അഖിലേഷ് യാദവ് X പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 11 സീറ്റുകൾ വിട്ടു നൽകുമെന്നാണ് SP-യുടെ വാഗ്ദാനം. സംഭവിക്കാൻ പോകുന്നത് അത്ര നല്ല കാര്യങ്ങളല്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്.